ഏറ്റവും നന്നായി ചെലവുന്നതെന്ന്. ഞങ്ങൾ ഗുജറാത്തി ബംഗാളി ഫാമിലി. അങ്ങനെ പറഞ്ഞ് കല്യാണം എന്താ നമ്മുടെ വീടിന്റെ മുറ്റത്ത് വരെ വന്ന് നിൽക്കുന്നത്. ഇനിയിപ്പോ പറഞ്ഞാൽ തീരാത്തത്ര വിശേഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ കല്യാണം ക്ഷണിക്കലും അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. അങ്ങനെ ഞങ്ങള് ഇന്ന് വരാപ്പുഴയിലാണ് വന്നിരിക്കുന്നത്. വിനുവിന് ഷർട്ടും പാൻറ്റൊക്കെ തയ്ക്കാൻ കൊടുക്കാനായിട്ട്. ഒപ്പം മറ്റുള്ളവർക്കും കോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് പെണ്ണിന് മന്ത്രകോടി എടുക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഓളം നമ്മൾ നാട്ടിലെത്തിച്ചു. അങ്ങനെ ഞങ്ങൾ എറണാകുളം ജയലക്ഷ്മിയിലാണ് വന്നത്. എൻ്റെ കല്യാണത്തിന് ഇവിടെ തന്നെയാണ് മന്ത്രകോടി എടുത്തത്. അങ്ങനെ ഞങ്ങൾ അവൾക്കുള്ള മന്ത്രകോടി അവിടെ നിന്ന് സെറ്റാക്കി അവരെ പതിയെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ വല്ലാർപാടത്ത് വന്ന് അവിടെ വന്ന് അമ്മച്ചി ഈ നമ്മുടെ മന്ത്രകോടിയും താലിയൊക്കെ ഒന്ന് മാതാവിനെയൊക്കെ തൊട്ടുമുത്തിച്ച് പ്രാർത്ഥിച്ച് നേരെ തറവാട്ടിലേക്ക് വന്ന് അമ്മാമ്മയും അപ്പാപ്പനും ഇല്ല, പക്ഷെ ബാക്കി നമ്മുടെ എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ അവരെയൊക്കെ കാണിച്ചൊക്കെ കൊടുത്തു. അങ്ങനെ അതൊക്കെ ആയിട്ട് വീട്ടിൽ വന്ന് വീട്ടിലും മാതാവിനൊന്നും അതൊക്കെ തൊട്ടുമുത്തിച്ച ശേഷമാണ് അമ്മയ്ക്ക് സമാധാനമായത്. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ ഞങ്ങളൊരു സൈഡിലേക്ക് അങ്ങോട്ട് നീക്കി വെച്ചു. ഇനി ഞങ്ങളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അടുക്കള പുറത്തുള്ള കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ പരിപാടിയായിട്ട് ഞങ്ങൾ ചെയ്തത് അച്ചാറുണ്ടാക്കലാണ്. ഈ സീസണിൽ ഒത്തിരി മാങ്ങ കിട്ടിയായിരുന്നു. അതൊന്നും നോക്കിയില്ല, അങ്ങോട്ട് അച്ചാറുണ്ടാക്കി. നല്ല ടേസ്റ്റാണ്. അവരെ ഉള്ളോസ് പൊടിക്കാനുള്ള അരി കഴുകി ഉണക്കി ചെയ്യാൻ പോണ്. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ സാധനങ്ങളൊക്കെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കാണ് ഉണ്ടാവുന്നത്. ഇത്തവണ ഒരു വെറൈറ്റിക്ക് പഴയ രീതിക്ക് 1-2 പലഹാരങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കാന്ന് വിചാരിച്ചു. ഡാൻസ് കോറിയോഗ്രാഫി ചെയ്യാൻ പോവാണ് അല്ലേ? പണ്ട് തറവാട്ടിൽ കല്യാണം നടക്കുന്ന സമയത്ത് അമ്മാമ്മ ഉണ്ടായിരുന്ന കാലത്ത് അരി ഉണക്കി പൊടിച്ച് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ചെറിയൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അമ്മനോട് പറഞ്ഞത് ഇത്തവണ വിനുവിൻ്റെ കല്യാണം ആകുമ്പോൾ തന്നെ നമുക്ക് 1-2 പലഹാരങ്ങൾ വീട്ടിലുണ്ടാക്കാമേ. ഇതൊരു ഭയങ്കര സന്തോഷമല്ലേ. ഇവരിൽ ആരാണ് ഏറ്റവും നന്നായി ചെലവുന്നതെന്ന്. ബാക്കിൽ വിനുവും കൂടി ഉണ്ട്. ഈ പറയുമ്പോഴുള്ള സന്തോഷം ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് സംശയമാണ്. കാരണം നല്ല രീതിയിൽ മെനക്കെട്ടിട്ടാണ് അവരത് ഉണ്ടാക്കിയത്. പിന്നെ ആൻറ്റിമാരൊക്കെ നമ്മളുടെ കട്ടൊക്കെ നിന്നുകൊണ്ട് എല്ലാം നല്ലോണം തന്നെ അവസാനിച്ചു. അങ്ങനെ ഇവർ ഔലോസ് ഉണ്ടയും ഔലോസ് പൊടിയും ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പം ഗ്യാസിന് ക്ഷാമം ഉള്ളതുകൊണ്ട് എന്തെങ്കിലും പണി പാളിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് വിറകും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഇത് പുറത്തടപ്പ് വെച്ചിട്ട് കുറച്ചും കൂടി വലിയ ഉരുളിയിൽ ഒറ്റ തവണ കൊണ്ട് ചെയ്തെടുക്കാവുന്നതായിരുന്നു. പക്ഷെ നമ്മുടെ ഉരുളിയും ചെറുതായിരുന്നു, നമ്മൾ വെച്ച അടപ്പും ചെറുതായിരുന്നു. പിന്നെ അടുത്ത പരിപാടി ആകുമ്പോഴേക്കും മാറ്റാന്ന് വിചാരിച്ച തൽക്കാലം ഇതിനകത്ത് തന്നെ ചെയ്തു. ഇടക്കിടക്ക് വന്ന് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് അവരെ എൻ്റർടൈൻ ചെയ്യുക, ചെറിയ രീതിക്ക് ചായ ഉണ്ടാക്കുക, കുട്ടികളെ നോക്കുക എന്നുള്ള പരിപാടികളൊക്കെയാണ് ഞാൻ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവലോസുണ്ട് സെറ്റാക്കണതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വീട്ടിൽ പെയിൻറ്റിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ മാറി 2 മാറി പണിയും കഴിഞ്ഞ് വന്ന് അങ്കിൾമാർ വരെ ഇളക്കാൻ തുടങ്ങി. എന്നാൽ പിന്നെ ഞാനും ഒന്ന് ഇളക്കിയേക്കാന്ന് വിചാരിച്ച് 2 ഇളക്കിയിട്ട് ഞാനും പോകും. ഇതിനൊപ്പം തന്നെ ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നുണ്ട്. അങ്ങനെ ആഘോഷകരമായിട്ട് നമ്മുടെ ഔലോസ് പൊടി വറുത്ത് കഴിഞ്ഞ് ഇനി നമുക്കത് ഉണ്ടയാക്കാം. കുറച്ചധികം കഷ്ടപ്പാടുള്ള പണിയാണെങ്കിലും കഴിക്കുമ്പോൾ നമുക്ക് കഷ്ടപ്പാടൊന്നും തോന്നാറില്ല. മാത്രവുമല്ല ഇത് കാണാനൊക്കെ ഭയങ്കര രസമാണ്. 4 പേരും ചുറ്റിരുന്നത് ചൂടോടെ പിടിക്കുന്നതും വിശേഷത്തിനും വർത്തമാനത്തിനും ഇടയിൽ ഇത് അവലോസ് പൊടിയോടുകൂടി കൂട്ടിപ്പിടിക്കുന്നതും ഒക്കെ ഒരു രസമുള്ള കാര്യമാണ്. അങ്ങനെ അത് പണി പെട്ടെന്ന് തീരാൻ വേണ്ടി ഞാനും കൂടി ഇരിക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ മാറിയ സമയത്ത് വിനു ആണ് ശിശുപാലനെ ഏറ്റെടുത്തത്. അങ്ങനെ ഔലോസ് ഉണ്ടയുടെ പരിപാടി ഏകദേശം അവസാനിച്ചു. അതുപോലെ വീട്ടിൽ പെയിന്റിംഗ് പണി നടക്കുന്നുണ്ടായിരുന്നു, അതും ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് വീട്ടിലെ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി ഒതുക്കിയൊക്കെ സെറ്റാക്കണം. ചെക്കനും പെണ്ണിനും ഉള്ള റൂമൊക്കെ സെറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ വീടൊന്ന് ഒതുക്കാനും പെറുക്കാനും കയറിയപ്പോഴാണ്
ഒരാളുടെ ഒരു സ്പെഷ്യൽ കളക്ഷൻ ഞാൻ വീട്ടിൽ കണ്ടത്. നമ്മൾ ഈ ഗോൾഡ് ഒക്കെ വാങ്ങുന്ന സമയത്ത് ജ്വല്ലറിയിൽ നിന്ന് കിട്ടുന്ന ഒരു പാക്കറ്റാണിത്. ഇത്രയും ഗോൾഡ് ഒന്നും ഇവിടെ ഇല്ല, എവിടെ നിന്നൊക്കെയോ കിട്ടിയത്, പല കളറിലുള്ളതൊക്കെ അമ്മ കളക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. എന്താന്ന് ചോദിച്ചപ്പോൾ കാര്യമൊന്നും പറയാനില്ല, പക്ഷെ ആ ഷർട്ടിക്ക് ഇത് വേണം. അങ്ങനെ ഇനി നമുക്ക് വീട്ടിലേക്കുള്ള ചെറിയ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെയാണ്. വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ്, പലചരക്ക് സാധനങ്ങൾ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ വാങ്ങാനുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ ബ്രോഡ്വേയിലാണ് പോയത്. 2 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഷോപ്പിംഗ് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തത്. അത്യാവശ്യം സാധനങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം വൈകിട്ടായപ്പോഴത്തേക്കും അമ്മ നല്ല രീതിക്ക് ടയേർഡ് ആയതുകൊണ്ട് ഞങ്ങൾ പതിയെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെയാണ്. ഇന്ന് നമ്മൾ വീട്ടിൽ പന്തക്കാലിടുവാണ്. അതായത് ഇനി വെറും 4 ദിവസമേ ഉള്ളൂ നമുക്ക് കല്യാണം കഷ്ടിച്ചെത്താൻ വേണ്ടിയിട്ട്. ഇത്ര നല്ലൊരു ചെറുക്കനെ അവർക്ക് അവിടെ നിന്ന് കിട്ടും. തേങ്ങ ഇരണ്ടാനും മുറ്റടിക്കാനും. അതെ, അപ്പൊ എല്ലാവർക്കും ഒന്ന് വർക്കിംഗ് ഡേ ആണ്. പക്ഷെ എന്നാലും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നമ്മളിതൊരു ആചാരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ ഒരു സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എഫേർട്ട് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഇച്ചായനും നമ്മുടെ മണവാളിനും കൂടെ നേരെ പോയി പ്ലാവ് വെട്ടുവാണ്. നമ്മുടെ വീട്ടിലൊന്നും പ്ലാവില്ലാത്തതുകൊണ്ട് കുറച്ച് ദൂരെ മാറിയിട്ട് നമ്മുടെ മണിച്ചിന്റെ വീട്ടിൽ നിന്നാണ് പ്ലാവ് വെട്ടിയത്. അപ്പൊ ഇതിന്റെ പുറകിൽ എന്തൊക്കെയോ ആചാരങ്ങളും വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയില്ല, അറിയാവുന്നവർക്ക് പറഞ്ഞു തരാവുന്നതാണ്. അതുപോലെ ചില സ്ഥലങ്ങളിൽ വേറെ ഏതൊക്കെയോ മരങ്ങളാണ് ചൂസ് ചെയ്യുന്നത്. എൻ്റെ കല്യാണത്തിന് ഇതുപോലെ മരം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇടലിടാൻ വന്നവർ കൊണ്ടുവന്നൊരു കുറ്റിയിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് ഇടുകയാണ് ഉണ്ടായത്. അങ്ങനെ നമ്മുടെ വീട്ടിലെല്ലാവരും വന്നു, അടുത്ത വീട്ടിൽ നിന്നൊക്കെ. അങ്ങനെ നമ്മൾ പന്തക്കാൽ സ്ഥാപിച്ചു. അങ്ങനെ നമ്മുടെ കല്യാണം ഓണായിട്ടുണ്ട്. അപ്പം എല്ലാം നല്ല രീതിയിൽ നടക്കാനായിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. അങ്ങനെ നമ്മുടെ പന്തക്കാലിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. നമ്മുടെ പന്തക്കാലത്ത് നീണ്ടു നിവർന്ന നിൽപ്പുണ്ട്. ചെറിയൊരു ചായ പരിപാടിയും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഞങ്ങൾ പർച്ചേസിന് പോവാണ് ഗൈസ്. കുറച്ചുകൂടി സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഇന്നലെ വൈകിട്ട് പോയി, പക്ഷെ കുറെ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. പിന്നെ ഒടുക്കത്തെ വെയിലാണ്. അത് കാരണം ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇത്രയും ദിവസമായിട്ട് ഇനി എനിക്ക് തോന്നുന്നു 2 ദിവസം കൂടി ഉള്ളൂ. ആ 2 ദിവസത്തിനുള്ളിൽ പോലും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ത് ഡ്രസ്സാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സ് ഡൽഹി പോയിട്ടുണ്ടായി. അപ്പോൾ അവരവിടെ നിന്നൊരു ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നോക്കണം, സെറ്റ് ആകുവാണെങ്കിൽ അത് സെറ്റാക്കണം ഇന്ന് എങ്ങനെയെങ്കിലും. ഞാനിത് ഭയങ്കര കൺഫ്യൂഷനായിട്ടിരിക്കണേണ്, ഏതെടുക്കണം എന്താ ഒരു ഐഡിയ കിട്ടാനുള്ള. അത് ഞാൻ എൻ്റെ തന്നെ കല്യാണത്തിൻ്റെ മന്ത്രകോടി കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ആ പ്ലാൻ ഞാൻ മാറ്റി. എനിക്ക് സാരി ഉടുക്കാനൊരു ഇത് തോന്നാനുള്ള. പിന്നെ ഒരെണ്ണം ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. അതും എനിക്ക് നോക്കണം എങ്ങനെയാണ്. അതിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ടേ വേണം എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെടുത്തേക്കണത് ലെഹങ്കയാണ്. അപ്പോൾ ലെഹങ്കയും കൂടെ നോക്കണം എങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ നടത്തിയിട്ട് വേണം വരാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ വീടിനടുത്തൊരു ചേട്ടൻ ഗ്യാസിനൊക്കെ ഇപ്പോൾ ഭയങ്കര ഷോർട്ടേജ് ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിക്ക് അടുപ്പൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ ഒക്കെ ഞങ്ങളെ വിളിച്ച് കാണിച്ചു തന്ന്. കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടില്ല. ഒരു തുള്ളി ചൂട് പോലും പുറത്തേക്ക് വരില്ല. കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അടുപ്പെടുത്ത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാം. ആ മോഡൽ സാധനം. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ലുലുവിലേക്കാണ്. നല്ല അടിപൊളി വെയിലാണ്, ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം AC യിൽ നിൽക്കുക, ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങി നേരെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ രാജധാനി ഗോൾഡൻ ഡയമണ്ട്സിലാണ് വന്നത്. അവിടെ വന്ന് ചെറിയൊരു പർച്ചേസിങ്. അങ്ങനെ അതും വേഗം തീർത്ത് ഞങ്ങൾ നേരെ പോയത് ഡ്രസ്സ് എടുക്കാൻ പോണേ. എന്താവുന്നത് ശരിയായാൽ മതിയോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ഡൽഹി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ അറിയില്ല എന്താണ് എൻ്റെ അവസ്ഥ എന്നുള്ളത് ഈ സമയത്ത്. ഇത് നല്ല പിങ്കല്ലേ, ഞാൻ അതിനകത്ത് കണ്ടപ്പോൾ ഞാൻ ഇച്ചിരി പീച്ചാണ്. ഇതാണല്ലോ പിങ്ക്.
ഫോട്ടോയിൽ കണ്ടെടുത്ത സമയത്ത് ഇതൊരു ഹിന്ദി വാല ലുക്കായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചെങ്കിലും കൈ കിട്ടിയപ്പോൾ നല്ലതായിരുന്നു. ഇതാണ് നമുക്ക് നല്ല നല്ല കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും ഒക്കെ ഉള്ളതിന്റെ ഗുണങ്ങൾ. ഞാൻ പോലും ഇല്ലാണ്ട് അവരെനിക്ക് കൃത്യമായിട്ട് നല്ല കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലല്ലേ? അങ്ങനെ ഡ്രസ്സ് സെറ്റായ സന്തോഷത്തിൽ ഞങ്ങൾ നേരെ പോയിട്ട് ആദ്യം ഫുഡാണ് കഴിച്ചത്. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഒരു സമയത്താണ്. ഇപ്പം ഇങ്ങനെ കടയിൽ വന്നാൽ നമ്മൾ ഫാനുള്ളിടത്ത് നോക്കിയിരിക്കണം അല്ലേ? അപ്പോൾ അങ്ങനെ ഒത്തിരി ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലേക്കുള്ള സർവത്ര സാധനങ്ങൾ നേറ്റ് വിസിറ്റ് കാര്യങ്ങൾ ലിസ്റ്റ് എടുത്തിട്ട് വന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചു. ചൂട് കൂടുതലായിട്ട് മഴ വരാനായിട്ട് കാര്യമായിട്ട് പ്രാർത്ഥനയായിരുന്നു. പക്ഷെ നമ്മുടെ കല്യാണത്തിന് മഴ വരില്ല എന്നാണ് പ്രാർത്ഥന. പക്ഷെ ഞങ്ങളുടെ ഷോപ്പിങ്ങിനിടയ്ക്ക് ചെറിയ രീതിയിൽ മഴ ഒന്ന് തൂവി പോയായിരുന്നു. ഞങ്ങളെ ശല്യം ഒന്നും ചെയ്തില്ല. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു ഗൈസ്. എല്ലാം വാങ്ങിച്ച് മെഡിസിൻ, പലചരക്ക് സാധനങ്ങൾ, കെട്ട് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഉപയോഗിക്കാനുള്ള തിരി, കൊന്ത, അങ്ങനത്തെ സാധനങ്ങൾ സർവത്ര സാധനം കഴിഞ്ഞു. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം എല്ലാവരുമായിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ. എന്തെങ്കിലും നടന്നാൽ മതിയായിരുന്നു. അങ്ങനെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഇനി ദിനുമായിട്ട് പോയിട്ടൊന്ന് ഹെയറൊക്കെ സെറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഇത്തവണ എൻ്റെ മേക്കപ്പ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ തവണ ചെയ്തിട്ട് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം. നമ്മളടുത്ത ലെഹങ്ക കുറച്ചും കൂടെ പാച്ച് വർക്കും കൂടെ ബാക്കിയുണ്ട്. അങ്ങനെ തിരിച്ചു വന്നതും വീട് കംപ്ലീറ്റ്ലി ഒരു കല്യാണ വീടായിട്ടുണ്ട്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മുടെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ 2-3 ദിവസത്തേക്കുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിക്കട്ടെ. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.